നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റിന്റെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ ഡിസൈനിങ്ങിനോ അല്ലെങ്കിൽ ക്രാഫ്റ്റിന്റെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചേച്ചിയുടെ ഫാബ്രിക് പെയിന്റിന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് പേരാണ് ഞങ്ങൾ. അപ്പോൾ എന്താണ് ചേച്ചി അങ്ങനത്തെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തതെന്ന് മനഃപൂർവ്വമല്ല കേട്ടോ. കുറച്ച് ഫാമിലി വ്ളോഗും അതുപോലെ തന്നെ കുറച്ച് വിന്റർ സ്കിൻ കെയർ പോലെയുള്ള കുറച്ച് റെസിപ്പീസും പിന്നെ നമ്മുടെ ക്യൂവിന്റെ വീഡിയോ ഒക്കെ വന്നുകൊണ്ടാണ്. അപ്പോൾ അതും നമുക്ക് വേണമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും പറയുന്ന വീഡിയോസ് തന്നെയാണ് ഞാൻ മാക്സിമം പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷെ എൻ്റെതായ രീതിയിൽ എനിക്കറിയുന്ന രീതിയിലും പിന്നെ അറിയാത്തത് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വളരെ ഈസിയാണ്. ഒരു കത്രികയും ഒരു നൂലും ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ ലെഗിൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇപ്പം എന്നെക്കാളും ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും. ഇതൊരു തുടക്കമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഇട്ട് തരുന്ന ഒരു ജസ്റ്റ് ഒരു സ്പാർക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ചിലവൊന്നുമില്ല. കുറച്ച് സമയം മാത്രം മതി. ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഞാൻ പക്ഷെ എല്ലാം കൈ വെച്ച് തുന്നിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടിട്ട് വന്നാലോ. നമസ്കാരം. അപ്പൊ കണ്ടല്ലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെഗിൻസ്. ഇത് പഴയ ഒരു ലെഗിൻസ് ആണ്. എനിക്കിത് പാകാവില്ല. ഇനി ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ ശ്രീയേട്ടനെ ഓടിക്കും. അപ്പൊ അതുകൊണ്ട് ഇതെന്തായാലും ഇവിടെ വെറുതെ ഇരുന്ന് സ്പേസ് പോകണം. പിന്നെ മോൾക്ക് ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇപ്പോൾ 7 മാസമല്ലേ ആയിട്ടുള്ളൂ. അവളിനി ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. വലിയ പാടൊന്നുമില്ല. ഒരു കത്രിക വെച്ചിട്ട് ഒരു സൂചി നൂലും വെച്ച് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവം ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാനിത് വെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമില്ല, ഇവിടെ നിന്ന് അതായത് ഇപ്പം ഇങ്ങനെ കിടക്കുന്ന എലാസ്റ്റിക് ഉള്ള പോർഷൻ്റെ അവിടെ നിന്ന് ഒരു ഇത്തിരി അങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടുക. ഇങ്ങനെ കേട്ടോ, ഒരു ഹാഫ് സർക്കിൾ വരണ പോലത്തെ. അതെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടോ. ഇവിടെ വരുമ്പോൾ ഈ പോർഷൻ ഉണ്ടല്ലോ, വരുമ്പോൾ ഇങ്ങനെ ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്യും ഇങ്ങനെ. ഓക്കെ, അതേപോലെ തന്നെ വീണ്ടും ഹാഫായിട്ട് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട. ഇലാസ്റ്റിക്കിൻ്റെ ഈ പോർഷനൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇത്തിരി ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാനിത് ഇവിടെ കത്രിക വെച്ച് കട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കിയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതുപോലെ അങ്ങനെ വെച്ചു. ഇനി ഈ പോർഷന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇതും ഇനി ഈ പോർഷൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്യുക. ക്യാമറ ഇരിക്കണ കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നോക്കൂ, ഇതുകൊണ്ട് രണ്ടെണ്ണം ചെയ്യാമല്ലേ. ഇവിടെ ശരിക്കും തയ്ക്കാൻ അറിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ട്രൗസർ ആയില്ലേ. സുരപ്പയ്ക്ക് മോന് ശരിക്കും കറക്റ്റ് പാകമായിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കൂടെ അടിച്ചു കൊടുത്ത് കാലിൻ്റെ അവിടെ കണ്ട ഹോളിട്ട് കറക്റ്റ് അടിച്ച് കൊടുക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ 2 ഐഡിയ ഉണ്ട്. നമ്മുടെ ലെഗിങ്സ് വെട്ടിയിട്ട് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന പക്ഷെ അതല്ല. അപ്പോൾ ഇതിങ്ങനെ വെട്ടി കൊടുക്കുകയാണ്. കത്രിക ഭയങ്കര മൂർച്ചേട്ടാ. കത്രിക മൂർച്ച കൂടാനായിട്ട് എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ കാണുന്നവർക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ കുറേ നോക്കി, പക്ഷെ അതൊന്നും സക്സസ്ഫുൾ ആയില്ല. ഈ സൈഡും നമ്മളിതാ ഈ വശം, അതായത് നല്ല വശത്തിൻ്റെ പുറകുവശം, ഇത് രണ്ടും കൂടെ ഇങ്ങനെ അടുപ്പിച്ചിടുക.
ഇതൊന്ന് അടുപ്പിച്ചിട്ടിട്ട് ഇത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെഷീൻ ഉണ്ടെങ്കിൽ മെഷീൻ വെച്ച് ചെയ്യാം, മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് അറിയണവർക്ക് കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ ഒരു നൂലും സൂചിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നമ്മൾ, അതായത് ഒന്നില്ലെങ്കിൽ ഈ പോർഷൻ ഇത് സ്റ്റിച്ച് ചെയ്യാതെ വിടുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്യാതെ വിടുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ നമുക്ക് എത്ര മടക്കി വെക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അത്രയും മടക്കി വെച്ച് ചെയ്യാം. പിന്നെ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വയ്ക്കുക, വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇവിടുന്ന് ഇതിങ്ങനെ ഇത്തിരി മടക്കുക, അത് ഇത്തിരി മടക്കുക. അപ്പം അങ്ങനെ മടക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിച്ചിങ് കാണില്ല. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നവരുണ്ട്. നേരെ ഇട്ടിട്ട് ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ ഇട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ ഉള്ളവർക്കാണെങ്കിൽ പ്രശ്നമില്ല. നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട്, ഇങ്ങനെ ഈ ഹാഫ് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇപ്പം എൻ്റെ കയ്യിൽ മെഷീൻ മുകളിലായതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ നിർത്തിയില്ല. അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് വെറുതെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ. പോർഷൻ സ്റ്റിച്ച് ചെയ്യാണ്ട് ഇടുകയാണ്. ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യാണ്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് തുന്നിയെടുത്തു. ഇനി നമ്മളിപ്പോൾ ഇതിപ്പോൾ നല്ല ഭാഗം ഇങ്ങനെ തിരിച്ചിടുക. കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ തിരിച്ചിടുകയാണ്. ഇതുപോലെ തിരിച്ചിടുക. ഇപ്പം മനസ്സിലായി എന്ത് സംഭവം എന്ന്? ഇല്ല, മനസ്സിലായില്ലോ? അയ്യോ, പറയാം കേട്ടോ. ഓക്കെ, ഇവിടെ എങ്ങനെ ഇട്ടു? സ്റ്റിച്ചിങ് മെഷീൻ വെച്ചിട്ട് കറക്റ്റ് സർക്കിൾ അല്ലെങ്കിൽ ഹാഫ് സർക്കിളിൽ ഈ നമ്മൾ വെട്ടിയെടുത്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് ഇവിടെയും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറേ കൂടെ കട്ട് ചെയ്യാം കേട്ടോ. ഇത്തിരി ഇറക്കി കട്ട് ചെയ്യാം, ഇത്രയൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് സ്പോഞ്ച് ഞാനിവിടെ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനായിട്ട് സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് എടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് പഞ്ഞി, അതായത് പില്ലോ ഉണ്ടായിരുന്നു. ആ പില്ലോ, ചീത്തയായ പില്ലോ, അതിൽ നിന്ന് കുറച്ച് പഞ്ഞി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. സ്പോഞ്ച് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഇത്രയും ഈ ഡസ്റ്റ് കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ നമുക്ക് സ്പോഞ്ച് മേടിക്കണ്ടല്ലോ. കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ സ്പോഞ്ച് നമ്മൾ മേടിക്കാൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിത് നിറച്ച് കൊടുക്കാം കേട്ടോ. കുത്തിത്തിരികി നിറയ്ക്കണ്ട, കുറേശ്ശെ ഇത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നിറയ്ക്കാം. പിന്നെ സ്പോഞ്ച് ആകുമ്പോഴാണ് പ്രശ്നമുള്ളൂ. പഞ്ഞിയാകുമ്പോൾ പിന്നെ നമ്മൾ നിറച്ച് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ആർക്കെങ്കിലും മനസ്സിലായോ എന്താ ഞാൻ ചെയ്യണേന്ന്? ഇങ്ങനെ ഇത്രയും നിറച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നിറയ്ക്കാം. ഇങ്ങനെ നിറച്ച് കൊടുക്കുക. ഇനിയും വേണം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മൊത്തമായിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ. പുറത്ത് വെച്ച് ചെയ്യേണ്ട പരിപാടിയാണ് ഇതൊക്കെ. കാരണം നിറയെ ഇതായി സ്പോഞ്ച് ഉണ്ടെങ്കിൽ ഇത്രയും ഡസ്റ്റ് വരില്ല അല്ലേ. തുമ്മലൊക്കെ ഉള്ളവർ, അലർജിയൊക്കെ ഉള്ളവർ, എനിക്കുണ്ട് വിധത്തിൽ സ്പോഞ്ച് വെച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം എൻ്റെ ഇത് ഉപയോഗിക്കാത്ത പില്ലോ ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. സ്പോഞ്ചിന് വലിയ വിലയൊന്നുമില്ല. സ്പോഞ്ച് മേടിക്കാനൊക്കെ കിട്ടും നമുക്ക്. ഇനി നമ്മൾ ബാക്കി വരുന്ന ഈ പോർഷനും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന നമ്മൾ നിറച്ചില്ലേ, ഹോള ഉണ്ടായിരുന്നല്ലോ, ആ പോർഷനും കൂടെ നമ്മൾ
കുറച്ച് ഇങ്ങനെ പഞ്ഞി നിറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന പോർഷനും കൂടി നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെയും പറയുന്നു, മെഷീൻ ഉള്ളവർക്ക് മെഷീൻ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കൈ കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഉള്ളിലേക്ക് കാണാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. മീൻസ് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. കാറിൻ്റെ സീറ്റിൻ്റെ അവിടെ നമുക്കിതിങ്ങനെ വെക്കാം. സ്പോഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ സിബ് വെച്ച് പിടിപ്പിക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സിബ് വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സിബ് തുറന്നിട്ട് ഇതിനുള്ളിൽ നിന്ന് സ്പോഞ്ച് മാറ്റി നമുക്കിത് വാഷ് ചെയ്യാം. അങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാ കണ്ടോ, നമുക്കിത് ബാക്ക് റെസ്റ്റ് ആയിട്ട് വെക്കാം. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാക്കി ഉണ്ടല്ലോ ലെഗിൻസിൻ്റെ, നമ്മളിപ്പം വേസ്റ്റിൻ്റെ അരയുടെ അവിടെ നിന്നുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ബാക്ക് റെസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തത്. ബാക്കി വരുന്ന എന്താ പറയുക കഷ്ണങ്ങളുണ്ടാവുമല്ലോ, അത് നമ്മൾ കളയാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കതുകൊണ്ട് വേറൊരു ഐഡിയ ചെയ്യാം. വേറെ ഒന്നുമില്ല കേട്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു കാലിൻ്റെ മാത്രം ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ രണ്ടും വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ അത് വെച്ച് വേറൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ കത്രിക വെച്ചിട്ട് ആ കാലിൻ്റെ അടിപ്പത്ത് സ്റ്റിച്ചിങ് വരുന്നില്ലേ, ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം കൂടെ ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചിട്ട് നമ്മൾ ചവിട്ടിയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മീൻസ് ചവിട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് പീസാക്കി എടുത്ത് നമ്മൾ മെടഞ്ഞ് ചവിട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, ഡോർ മാറ്റ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ മെടയൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇത് കുറേശ്ശെ കുഞ്ഞു പീസുകളായിട്ട് നേരെ അങ്ങോട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് പഴയ ഏതെങ്കിലും വള അങ്ങനെ റൗണ്ട് ഷേപ്പിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു വള എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഈ അറ്റത്ത് ഈ എൻഡിൽ നമുക്ക് പശ തേക്കണം. ഫെവിക്കോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും. പിന്നെ അതുപോലെ തന്നെ ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാൻ പക്ഷേ ഫാബ്രിക് ഗ്ലൂ തന്നെ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ഫാബ്രിക് ഗ്ലൂ എന്താണെന്നൊക്കെ നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവർക്കും അറിയാത്ത ഒന്നല്ല ഈ ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞാൽ തുണികളിൽ ഒട്ടിപ്പിടിക്കുന്ന പശ. തുണികളിൽ ഇപ്പോൾ ഡിസൈൻ വർക്കൊക്കെ ചെയ്യാൻ, സ്റ്റോണൊക്കെ പിടിപ്പിക്കാനോ അതുപോലെ ഗ്ലിറ്ററൊക്കെ ചെയ്യാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫുൾ റൗണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഞാൻ മൊത്തമായിട്ടും വീഡിയോ ഇടാത്തതാണ് കേട്ടോ, കാരണം അത്രയും സമയം വെറുതെ പോകണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, അത്രയും സിമ്പിളല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഫുൾ റൗണ്ട് ചുറ്റി ഇങ്ങനെ കൊടുക്കുക. മൊത്തം ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് എൻഡ് ആകുമ്പോൾ അവിടെയും കുറച്ച് പശ തേച്ചിട്ട് അത് മുട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഫുൾ നമ്മൾ ഈ ബാക്കി വന്നിട്ട് ലെഗിൻസും തുണി കൊണ്ട് ഫുള്ളായിട്ട് കവറായി. ചെയ്തെടുത്തു. ഏകദേശം 3, 4, 5, 6 എണ്ണം ഞാൻ ഇതുപോലെ ചെയ്തു. നമുക്ക് എത്ര ബാംഗിൾസ് വേണമെങ്കിലും ചെയ്യാം, പലതരത്തിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം ഈ ഒരു ഐഡിയ കിട്ടുമ്പോൾ തന്നെ നമുക്ക് വേറെ എങ്ങനെ വേണമെങ്കിലും ഹാങ്ങിങ് ഉണ്ടാക്കാം അല്ലേ. ഇനി ഇതെല്ലാം കൂടെ ഒന്നില്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തുണി എടുത്തിട്ട് എല്ലാം കൂടെ കെട്ടി ജോയിൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഇനിയിപ്പോൾ മൊത്തം കംപ്ലീറ്റ് ആയി. ഞാൻ കുഞ്ഞുവാവ എടുത്ത് പോയി വന്നപ്പോഴത്തേനും സൂര്യപ്പ എന്ന വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അവൻ്റെ കലാപരിപാടി നീ കാണുന്നത്. അവൻ കുറച്ച് പെയിൻ്റൊക്കെ ഇട്ട് അടിച്ചു വെച്ചു. ഞാൻ ചീത്തയൊന്നും പറയാൻ പോയില്ല. അപ്പോൾ അതൊരു ഭംഗിയായി എന്നൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അത് ഇനി ബാക്കി നമുക്ക് ചരട് വേണമെങ്കിൽ ഇതുപോലെ ത്രെഡ് കെട്ടാം. അതൊന്നും ഞാൻ കാണിക്കേണ്ട കാര്യമുള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ത്രെഡിൽ ഇങ്ങനെ ബാക്കിയുണ്ട് തുണി ഇട്ടിട്ട് പശ വെച്ച് കൊടുത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രെഡ് കാണാതിരിക്കും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ഇതുപോലെ കേട്ടോ, ഞാൻ പക്ഷേ ഇത് ചെയ്യുന്നില്ല. ത്രെഡ് അങ്ങനെ തന്നെ ഇടാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതുപോലെ തന്നെ ഫാബ്രിക്കിൽ പെയിൻറ്റ് വയ്ക്കുക. എന്നിട്ട് മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചരട് കാണില്ല കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോം ഉണ്ടാക്കാം. നമ്മുടെ
നൂല് വെച്ചിട്ട് നമുക്ക് പോംപോം ഉണ്ടാക്കാം. വുളൻ നൂലില്ലേ, വുളൻ ത്രെഡ് കിട്ടുമല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അതൊരു 10-20 തവണ ഇതുപോലെ നമ്മുടെ കയ്യിൽ 4 വിരലിട്ടിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ താഴെ ഒട്ടിച്ചെടുക്കുക. നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ഇത്രയും എക്സ്പേർട്ടൊന്നും അല്ലാത്ത കാരണമാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്ക് നല്ലോണം കയറ്റി കട്ട് ചെയ്യാം, താഴോട്ടത്തിൽ ഇറക്കം വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എന്നിട്ട് ഞാൻ ഈ നമ്മൾ ഈ ബാങ്കിൾ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഒരു ചെറിയ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ വെക്കുകയാണ്. എന്താ ഇതുപോലെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക. ഒരു ത്രെഡ് വെച്ചിട്ട് ഉള്ളിൽ കൂടെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സജഷൻസോ കമൻസോ അഭിപ്രായങ്ങളോ എന്താണെന്ന് വെച്ചാൽ താഴെ ഇങ്ങോട്ട് കുറിച്ചിട്ടുള്ളൂ. അപ്പം ഇന്നങ്ങോട്ട് പോവാണ്. എന്ന് നിങ്ങളുടെ സ്വന്തം ശ്രുതി. താങ്ക്